NH-66 ആ അശാസ്ത്രീയ മതിൽ പൊളിച്ചുമാറ്റാൻ തുടങ്ങിയത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണല്ലോ. ഇപ്പോഴിതാ പകുതിയോളം മതിൽ പൊളിച്ചു കഴിഞ്ഞു. എന്നാൽ കൃത്യം എത്ര ദൂരമാണ് പൊളിച്ചുമാറ്റുന്നത് എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തതയില്ലായിരുന്നു. ഇപ്പോഴിതാ അതിലൊരു പുതിയ വാർത്ത വന്നിരിക്കുകയാണ്. മാതൃഭൂമി റിപ്പോർട്ടർ രാജശേഖരൻ NH ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോഴാണ് കൃത്യം എത്ര മീറ്റർ പൊളിക്കും എന്നതിലെ വിവരങ്ങൾ പുറത്തുവന്നത്. വള്ളുവള്ളിയിലെ ആ അശാസ്ത്രീയ മതിൽ 260 മീറ്ററോളം പൂർണ്ണമായും പൊളിച്ചു നീക്കുകയാണ്. അതുപോലെ തന്നെ ഇതിന്റെ പടിഞ്ഞാറ് സൈഡിൽ നേരത്തെ അവർ മണ്ണടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ അടിച്ചുവെച്ച മണ്ണ് പൂർണ്ണമായും അവിടെ നിന്നും എടുത്തു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആ പടിഞ്ഞാറേ സൈഡിൽ ഇനി 110 മീറ്റർ നീളത്തിൽ എലിവേറ്റഡ് ഹൈവേ, അതായത് പാലം വരികയാണ്. ഇതിലെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഈ 110 മീറ്റർ എലിവേറ്റഡായി വരുന്നതുകൊണ്ട് പടിഞ്ഞാറേ സൈഡിലുള്ള റോഡ് ഇനി അടഞ്ഞുപോകില്ല. മാത്രമല്ല, നേരത്തെ അടഞ്ഞുപോയ ചുങ്കം റോഡ് വീണ്ടും തുറക്കുകയും ചെയ്യും. പാലം മുകളിലൂടെ പോകുമ്പോൾ താഴെക്കൂടി നാട്ടുകാർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ സുഗമമായി യാത്ര ചെയ്യാം. അന്ന് തൂക്കുകട്ടയും പിടിച്ച് ഈ അശാസ്ത്രീയത ചൂണ്ടിക്കാണിച്ചപ്പോൾ നമ്മളെ പരിഹസിച്ചവർക്കുള്ള യഥാർത്ഥ മറുപടിയാണ് ഇപ്പോൾ നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. നാടിനെ രണ്ടായി തിരിക്കുന്ന ആ വലിയ മതിൽക്കെട്ടുകളും മണ്ണിടലും മാറി റോഡുകൾ അടഞ്ഞുപോകാതെ സുരക്ഷിതമായ ഒരു പാത വരുമ്പോൾ അത് വള്ളുവള്ളിക്കാരുടെ വലിയൊരു വിജയമാണ്. ഈ നാടിന്റെ ജനകീയ പോരാട്ടം വെറുതെയായില്ല.